ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ട്രെയിൻ യാത്രയിലാണ്. ശ്രീ കെ ടി കേൾക്കാമോ? കെ ടി, ഇപ്പോൾ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത്. മലപ്പുറത്തിനെ ഒരു തീവ്രവാദത്തിന്റെ സ്ഥലമായി തന്നെ ചിത്രീകരിക്കുകയാണോ മുഖ്യമന്ത്രി? അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഉപയോഗപ്പെടുക, ആരാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് അറിയാമല്ലോ. ഒരു ദേശീയ പത്രത്തിൽ നൽകുമ്പോൾ അത് സ്വാഭാവികമായും BJP ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തിനു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മലപ്പുറത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലൂടെയും സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്. അഹമ്മദാബാദ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം അഹമ്മദാബാദ് എയർപോർട്ടാണ്. ഞാനൊക്കെ എത്രയോ ലേഖനങ്ങളിലും കനഡ കേന്ദ്രമായിട്ടുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പഠിക്കുന്ന ഏജൻസികൾ നടത്തിയിട്ടുള്ള വലിയ നിരീക്ഷണങ്ങൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അഹമ്മദാബാദ് എയർപോർട്ടിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. ആ സ്വർണ്ണക്കള്ളക്കടത്തിന് പിറകിലുള്ളത് സംഘപരിവാർ ശക്തികളാണെന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട്. അത് പ്രസംഗിക്കാതെ നടന്ന അൻവറിന്റെയും സ്മൃതിയുടെയും ഒക്കെ പ്രശ്നമാണ് ആ വിഷയം. അപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യവ്യാപകമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ സ്മൃതി, ഞാൻ ഹിന്ദു കണ്ടതാ, ഞാൻ കുറിപ്പ് വിട്ടിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെല്ലായിടത്തും ഗോൾഡ് ട്രാഫിക് ആയാലും ഡ്രഗ് ട്രാഫിക് ആയാലും അതെല്ലാം തന്നെ തീവ്രവാദ മതവർഗീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി നടക്കുന്നുണ്ട്. താലിബാന്റെ ഒക്കെ അനുഭവങ്ങൾ നമുക്കറിയാം. അത്തരം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ഏജൻസികളെ ഉൾപ്പെടെയുള്ള രാജ്യദ്രോഹ മാനമുള്ള ശക്തികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇത്തരം അപകടകരമായ അവസ്ഥയുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അയാൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയാണ്. അപ്പൊ പോലീസ് നടത്തിയിട്ടുള്ള സ്വർണ്ണവേട്ടയായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. അത് സംഘപരിവാറിന്റെ അഭിപ്രായത്തിൽ ഒരു ബന്ധവും അതിനില്ല. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശരി, സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ മലപ്പുറത്ത് നിന്നും ഈ ദേശദ്രോഹ പ്രവർത്തനത്തിന് എത്ര പേർ പിടിയിലായി എന്ന് ലീഗ് ചോദിക്കുകയാണ്. ഒരു ജില്ലക്കെതിരെയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഈ പോലീസ് നടക്കുന്ന കണക്ക് അതേപടി പറയുകയല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതിലൊരു പരിശോധന, രാഷ്ട്രീയ പരിശോധന കൂടി നടത്തണ്ടേ? ഈ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും എത്ര അകലെയാണ്? എന്റെ സ്മൃതി, മലപ്പുറം ജില്ലയിലുള്ള എയർപോർട്ട് മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ മലപ്പുറത്തുകാരാണെന്ന് ആരാ പറഞ്ഞത് സ്മൃതിയോട്? മലപ്പുറത്തുകാരല്ലാത്ത ആളുകളുണ്ടാവും, കോഴിക്കോട്ടുകാരും കാസർകോട്ടുകാരും പാലക്കാട്ടുകാരൊക്കെ ഉണ്ടാവും. പക്ഷെ അത്തരം സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി രാജ്യദ്രോഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. പോലീസിന് അതിനെക്കുറിച്ച് അറിവുണ്ടാവും. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് വളരെ ഉത്തരവാദിത്തപൂർവ്വം അദ്ദേഹം മറുപടി പറഞ്ഞത്. അതിന്റെ മറ്റു വിശദാംശങ്ങളൊക്കെ നാളെ വരും. അതിന്റെ അർത്ഥം മലപ്പുറം ജില്ല സ്വർണ്ണക്കള്ളക്കടത്ത് അങ്ങനെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കി മറ്റൊരു രീതിയിലേക്ക് ആ ചർച്ച നയിക്കണം. മറ്റൊരു രീതിയിലേക്കല്ല, മലപ്പുറവുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കേരളമൊക്കെ ജിഹാദി കേന്ദ്രമാണെന്നുള്ളതിനെ അൻവറിനെതിരെ പറയാൻ വേണ്ടി മലപ്പുറത്തെ കൂടി ചേർത്ത് പറയുന്നു എന്നിടത്താണ് പ്രശ്നം. അൻവറിനെ നിങ്ങൾക്ക് തള്ളിക്കളയാം, അൻവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാകാം. അതിൽ മലപ്പുറത്തെ ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ന്യൂനപക്ഷ വോട്ട് കൂടിയാണ്. ഇന്നിപ്പോൾ അൻവറിന് കിട്ടുന്ന പിന്തുണ എന്നുള്ളത് താങ്കൾ ശ്രദ്ധിച്ചോ? CPM അനുഭാവികൾ ഒരുപാട് അവിടേക്ക് വരുന്നുണ്ട്. അൻവർ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് എന്നവർ കരുതുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ന്യൂനപക്ഷ വേട്ടയുണ്ട് എന്നുള്ളത് മലപ്പുറത്തൊരു യാഥാർത്ഥ്യമാണെന്ന് അവർ പറയുന്നു, അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. അതെന്താണ് പാർട്ടി ചെവികൊള്ളാത്തത്? അല്ല, അവർ പറയുന്നത് അല്ലെങ്കിൽ സ്മൃതിയുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ യാഥാർത്ഥ്യം. എന്താണ് യാഥാർത്ഥ്യം? പോലീസ് പറയുന്നതാണോ യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പോലീസ് തരുന്ന കണക്കല്ലേ കേട്ടി? പാർട്ടിയുടെ പരിശോധനയല്ലല്ലോ. വായിക്കാറല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് മലപ്പുറത്തെയും കോഴിക്കോട്ടും ഒക്കെ ജനങ്ങൾ എന്താണ് ഇപ്പൊ അൻവറെ പ്രകോപിപ്പിച്ചെന്നുള്ള കാര്യം നന്നായി അറിയാൻ ശ്രമിക്കും. ഇതൊന്നും അറിയാത്തവരില്ല ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ കാര്യങ്ങളൊക്കെ എന്താണ് ഞങ്ങൾ പറയേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ പറയുന്നില്ല. പറയേണ്ട ആളുകൾ പറയും പറയേണ്ട സമയത്ത്. അപ്പോൾ ADGPയുടെ കാര്യത്തിലും നിങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രതികരണമില്ല അല്ലേ? ADGP RSS മേധാവിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടക്കുന്നുണ്ട്. അത് അതിന്റേതായ രീതിയിൽ റിപ്പോർട്ട് വരും. ഒരു രാഷ്ട്രീയ നിലപാട് പറയൂ കേട്ടി. എല്ലാത്തിനും ലേഖനം എഴുതുന്ന വ്യക്തിയല്ലേ താങ്കൾ? ADGPയെ പോലുള്ള ഒരാള് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ദൗത്യമായിട്ട് RSS മേധാവിയോ ജമാഅത്ത് ഇസ്ലാമി മേധാവിയോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
ഞാനിപ്പോ ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല ഇവിടെ. ഞാൻ യാത്രയിലാണ്. നിങ്ങൾ വേണ്ടാത്ത ചർച്ചയൊക്കെ നടത്തിയിട്ട് പിണറായി വിജയന്റെ കേന്ദ്ര അജണ്ട നടപ്പാക്കുന്ന ആളൊന്നും ആക്കണ്ട. കേട്ടി, ഇപ്പോൾ അൻവറിന്റെ പൊതുസമ്മേളനം കഴിഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്. താങ്കളൊന്ന് സഹകരിക്കും. അൻവറിന്റെ പൊതുസമ്മേളനം ആരാണ് സംഘടിപ്പിക്കുന്നത്? അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്, ന്യായമായ. പിന്നീട് അൻവറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, ഇടതുപക്ഷത്തെയും അതെല്ലാം നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, അൻവർ ഫോൺ ചോർത്തി എന്ന രീതിയിൽ എങ്ങനെയാണ് കേസ് എടുക്കുന്നത്? ഈ ഫോൺ ചോർത്തൽ എന്ന് വെച്ചാൽ എന്താണ്? ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് ചോർത്തിയെടുക്കൽ എന്നാണല്ലോ. അൻവറിന് വരുന്ന ഒരു ഫോൺ കോൾ എങ്ങനെയാണ് അൻവർ ചോർത്തുന്നത്? അല്ല, അത് അൻവർ തന്നെയാണല്ലോ പത്രസമ്മേളനം. അൻവർ ചോദിക്കുകയും അൻവർ പിന്നീട് പറയുകയൊക്കെ ചെയ്തല്ലോ കേട്ടി. അല്ല ഒരു മിനിറ്റ്, പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊളിറ്റിക്കലായ പ്രശ്നങ്ങൾ ഒന്ന് കേൾക്കൂ, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അൻവർ തന്നെയല്ലേ പറഞ്ഞു ഒന്ന് കേൾക്കൂ. ഫോൺ ചോർത്തൽ എന്ന വിഷയം ഗൗരവതരമാണെന്ന് ഗവർണർ പറഞ്ഞു. അടിയന്തരമായി മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടി. എന്നിട്ട് അവിടെ നിന്നും DGP റിപ്പോർട്ട് കൊടുത്തല്ലോ. ആ റിപ്പോർട്ടിൽ ഫോൺ ചോർത്തൽ എന്നൊന്ന് ADGP നടത്തിയിട്ടില്ല, അൻവറും നടത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ അടുത്തൊരു കേസ് എടുക്കുന്നത്? ആ കേസ് എടുത്തതിന്റെ കാര്യം ഞാൻ അറിയില്ലെന്നേ. ഞാനിപ്പോ എന്താ കേസ് എടുത്തത് പോലീസുകാരോടല്ല ചോദിക്കണ്ടേ. പൊളിറ്റിക്കലായിട്ട് RSSന്റെ ഒരു അജണ്ടയിൽ നിന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന് സ്മൃതിയും റിപ്പോർട്ടർ ചാനലും പറഞ്ഞാൽ ഞാനത് അംഗീകരിച്ചു തരാനോ നിങ്ങളുടെ ഇടതുപക്ഷത്തെ അങ്ങ് നിങ്ങൾ സംഘപരിവാറാക്കിയിട്ട് ഇവിടുത്തെ വർഗീയ ധ്രുവീകരണത്തിന് വഴിയുണ്ടാക്കാതെ നിങ്ങൾ ചിന്തിക്കേണ്ട. സംഘപരിവാറാക്കുന്നില്ലെന്നേ, പക്ഷേ ഒരു വ്യക്തമായ മറുപടി കിട്ടിയാൽ മതി കേട്ടി. വ്യക്തമായ മറുപടി കിട്ടുന്നില്ല. ഇവിടെ മറുപടി തന്നെയാണ് പറയാതെ. എന്താണ് കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒറ്റ കാര്യം ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞു. അത് മലപ്പുറം ജില്ലയെ ആകെ വർഗീയവാദികളുടെ രാജ്യദ്രോഹ പ്രവർത്തകരുടെ ഇതാക്കിയെന്നും പറഞ്ഞിട്ട് PMA സലാം ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ അത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ വലിയ ക്യാമ്പയിൻ ആക്കും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഒന്ന് കേൾക്കൂ. മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ RSS വിരുദ്ധ പരാമർശങ്ങൾ, അതിശക്തമായ പരാമർശങ്ങൾ കേട്ടതാണല്ലോ ഈ കേരളം മുൻപ്. സെൻകുമാറുമായി ബന്ധപ്പെട്ടൊക്കെ ഇയാളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്കറിയാം എന്ന് ശക്തമായി പറഞ്ഞു. ആ പോക്ക് നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രതികരണം ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ വന്നിട്ടേ ഇല്ല. അവിടെയാണ് സംശയം. ആ സംശയം ഒന്ന് ദൂരീകരിക്കുമോ? അതിനെ കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് DGP ആണോ രാഷ്ട്രീയ അന്വേഷണം നടത്തുന്നത്? രാഷ്ട്രീയ അന്വേഷണമല്ല, രാഷ്ട്രീയമായിട്ട് ഗോവിന്ദ മാഷ് പറഞ്ഞില്ലേ, എന്താ രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. അപ്പൊ എന്താണ് CPI നിങ്ങളും തമ്മിൽ ഈ വിഷയത്തിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാമോ? ആരായിട്ട്? CPIയും നിങ്ങളും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അല്ല, എന്നോടൊരു ചോദ്യം ചോദിക്കണ്ട. നിങ്ങൾ ലീഗുകാർ അജണ്ടയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അത് ഞങ്ങൾ RSSനെ പ്രതിരോധിക്കുന്ന കാര്യത്തില് ഞങ്ങൾ ഒരു ലീഗുകാരനും പഠിപ്പിക്കണ്ട. RSSകാർക്ക് നാരങ്ങ നീര് പിരിഞ്ഞു കൊടുക്കുന്ന, എന്നിട്ട് RSSന്റെ എല്ലാ വർഗീയ പ്രതിരോധ അജണ്ടയും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെല്ലാ പിന്തുണയും കൊടുക്കുന്ന, കോലീബി സഖ്യം അറിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രാഷ്ട്രീയ ശക്തിക്കും CPMനെ RSSന്റെ ഒരു ജൂനിയർ ടീമാണെന്ന് ആക്കാൻ പറ്റൂല. CPM ചോര കൊടുത്ത് വളരുന്ന പ്രസ്ഥാനം, RSSനെ പ്രതിരോധിച്ച പ്രസ്ഥാനം. 218 രക്തസാക്ഷികളുണ്ട്. നിങ്ങൾ ഈ രക്തത്തിന്റെ മുകളിൽ നിന്നിട്ട് CPMനെ RSSന്റെ ആൾക്കാരാണ്